എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റുകളും അതുപോലെ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റുകളും മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ പെടുന്ന പവർ മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഡൈനമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ഇന്നിപ്പോൾ ആ പോർഷനിൽ അവസാനമായിട്ടുള്ളത് 3 phase പവർ മെഷർമെൻറ്റ് ബൈ 2 വാട്ട് മീറ്റർ മതി. 3 phase പവർ മെഷർമെൻറ്റ്, ഇപ്പോൾ 3 phase സപ്ലൈ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അറിയണം. തൽക്കാലം 3 phase സപ്ലൈ ഉണ്ട്. നമ്മുടെ AC പവർ ജനറേഷൻ ഒക്കെ 3 phase തന്നെയാണ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റർ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഓൾട്ടർനേറ്ററിൽ സൈലൻറ്റ് പോൾ ടൈപ്പ് ഓൾട്ടർനേറ്ററും അതുപോലെ സ്മൂത്ത് സിലിണ്ടറിക്കൽ ടൈപ്പ് ഓൾട്ടർനേറ്ററും ഒക്കെ 3 phase ഓൾട്ടർനേറ്ററുകളാണ്. ലോകത്തെമ്പാടും പവർ ജനറേഷൻ എന്ന് പറയുന്നത് 3 phase തന്നെയാണ് നിർവഹിക്കുന്നത്. 3 phase പവർ ജനറേഷനാണ് ഏറ്റവും എക്കണോമിക്കൽ. അതുപോലെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാനും വീണ്ടും അത് മറ്റു സ്ഥലങ്ങളിൽ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എല്ലാത്തിനും പവർ ട്രാൻസ്മിഷൻ 3 phase പവർ ജനറേഷനും പോലും 3 phase ചെയ്യുന്നതാണ് മോസ്റ്റ് എക്കണോമിക്കൽ. അപ്പോൾ 3 phase ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. 3 phase വേണമെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് പവർ എടുക്കാൻ പറ്റും. അപ്പോൾ സിംഗിൾ ഫേസ് പവർ എന്ന് പറയുന്നത് ശരിക്കും ലൈറ്റിംഗ് ലോഡും അതുപോലെ ഫാൻ ലോഡും ഒക്കെ ഡൊമസ്റ്റിക് പർപ്പസിനും അതുപോലെ മറ്റു കൊമേഴ്സ്യൽ പർപ്പസിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ തന്നെ ലൈറ്റിംഗ് ലോഡ് എന്നുള്ള രീതിയിൽ ലൈറ്റ് ആൻഡ് ഫാൻ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പ്രധാനം കുറച്ച് സിംഗിൾ ഫേസ് മോട്ടോറുകൾ അങ്ങനെയുള്ള വളരെ ചെറിയ ആപ്ലിക്കേഷനുകൾ, ചെറിയ പവർ ഡിമാൻഡ് മാത്രം ആവശ്യമായി വരുന്ന ഡ്രൈവുകളും അതൊക്കെയാണ് സിംഗിൾ ഫേസ്. ബാക്കി ബൾക്ക് കൺസ്യൂമേഴ്സൊക്കെ തന്നെ 3 phase തന്നെയാണ് അവരുടെ പവർ ഡിമാൻഡ്. അതുകൊണ്ട് 3 phase തന്നെയാണ് നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 3 phase സപ്ലൈ സിസ്റ്റം ഉണ്ട്. ഈ 3 phase സപ്ലൈ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 3 phase ഓൾട്ടർനേറ്ററിൽ 120 ഇലക്ട്രിക്കൽ ഡിഗ്രി സ്പേസ് സെപ്പറേഷനിൽ 120 ഇലക്ട്രിക്കൽ ഡിഗ്രി സ്പേസ് സെപ്പറേഷനിൽ വെച്ചിരിക്കുന്ന 3 കോയിലുകളിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജാണ്. അപ്പോൾ ആ 3 കോയിലുകളിൽ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജുകൾ തമ്മിൽ 120 ഇലക്ട്രിക്കൽ ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അവ നമ്മൾ ഇൻ്റർനാഷണലായിട്ട് അതിന് പേര് കൊടുത്തിരിക്കുന്നത് റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ് എന്നിങ്ങനെയാണ്. അപ്പോൾ ഓരോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഫേസുകൾ തമ്മിൽ 120 ഡിഗ്രി ഇലക്ട്രിക്കൽ സെപ്പറേഷൻ. റെഡ് ഫേസിനും യെല്ലോ ഫേസിനും ഇടയ്ക്ക് 120 ഡിഗ്രി, യെല്ലോ ഫേസിനും ബ്ലൂ ഫേസിനും ഇടയ്ക്ക് 120 ഡിഗ്രി, ബ്ലൂ ഫേസിനും റെഡ് ഫേസിനും ഇടയ്ക്ക് 120 ഇലക്ട്രിക്കൽ ഡിഗ്രി സെപ്പറേഷൻ ആണ് ഈ വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ വോൾട്ടേജുകൾ നമ്മൾ പുറത്തെടുത്തിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പാകത്തിനവയെ 3 phase ഡെൽറ്റ കണക്ഷനാണ്. 3 phase സ്റ്റാർ കണക്ഷൻ എന്ന 2 സമ്പ്രദായത്തിലേക്ക് കണക്ട് ചെയ്യാറുണ്ട്. ഒന്നുകിൽ ഡെൽറ്റ അല്ലെങ്കിൽ സ്റ്റാർ. ഇവിടെ ഒരു ഡെൽറ്റ കണക്റ്റഡ് 3 phase ലോഡാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. സ്റ്റാർ കണക്ഷൻ എന്ന് പറയുമ്പോൾ അത് നേരെ ഇങ്ങനെ സ്റ്റാർ ഫാഷനിൽ കാഴ്ചയിലും അത് സ്റ്റാർ ആയിട്ട് തന്നെ ഇരിക്കും. ഇത് സ്റ്റാർ കണക്ഷൻ. അപ്പോൾ 3 phase സ്റ്റാർ കണക്ഷനും 3 phase ഡെൽറ്റ കണക്ഷനും അവയുടെ ലൈൻ വോൾട്ടേജുകളും ഫേസ് വോൾട്ടേജുകളും അതുപോലെ ലൈൻ കറണ്ടും ഫേസ് കറണ്ടും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ വരും ക്ലാസ്സുകളിലേക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തൽക്കാലം ഒരു 3 phase സപ്ലൈ നമ്മൾ എടുത്തിട്ട് ആ 3 phase സപ്ലൈയിൽ ഒരു ഡെൽറ്റ കണക്റ്റഡ് 3 phase ലോഡ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഡെൽറ്റ കണക്റ്റഡ് 3 phase ലോഡ് എന്ന് പറയുന്നത് ആ ലോഡിലേക്ക് വരുന്ന 3 phase ലൈൻ ഇന്റർനാഷണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അബ്രിവിയേഷൻ കൊടുത്തിട്ടുള്ള റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ്, അങ്ങനെ 3 phase നിന്നും ആണ് സപ്ലൈ ഈ 3 phase ഡെൽറ്റ കണക്റ്റഡ് ലോഡിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ 3 phase ലൈൻ ഇവിടെ ഉണ്ട്. ആ 3 phase ലൈനിൽ നിന്ന് ഈ ഡെൽറ്റ കണക്റ്റഡ് ലോഡിലേക്ക് സപ്ലൈ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ലോഡ് എടുക്കുന്ന പവർ നമ്മൾ 2 വാട്ട് മീറ്ററുകൾ ഇട്ട് മെഷർ ചെയ്യുകയാണ്. അപ്പോൾ 3 phase ഡെൽറ്റ കണക്റ്റഡ് ലോഡ്, അതായത് ZL എന്ന് പറയുന്നത് ലോഡ് ഇംപിഡൻസ്, ഒരു ഫേസിലെ ലോഡ് ഇംപിഡൻസ്, രണ്ടാമത്തെ ഫേസിലെ ലോഡ് ഇംപിഡൻസ് ZL, മൂന്നാമത്തെ ഫേസിലെ ലോഡ് ഇംപിഡൻസ് ഡെൽറ്റ ഫാഷനിൽ കണക്ട് ചെയ്തിരിക്കുന്നു. 3 ലൈനുകളാണുള്ളത്. റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ് എന്ന 3 phase സിസ്റ്റത്തിലെ 3 ഫേസുകൾ ഈ 3 ഡെൽറ്റ കണക്റ്റഡ് ലോഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നു. 2 വാട്ട് മീറ്റർ പറയുന്നത് 3 phase പവർ മെഷർമെന്റ് ബൈ 2 വാട്ട് മീറ്റർ. അതാണ് ഇപ്പോൾ നമ്മുടെ പ്രതിപാദിക്കുന്ന നമ്മുടെ വിഷയം.
അപ്പോൾ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ച് ഈ 3 ഫേസ് ലോഡിനെ നമുക്ക് മെഷർ ചെയ്യണം. ഈ ഡെൽറ്റ കണക്റ്റഡ് 3 ഫേസ് ലോഡ് കൺസ്യൂം ചെയ്യുന്ന പവർ എത്രയാണെന്ന് 2 വാട്ട് മീറ്റർ കാണിച്ചു തരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, അങ്ങനെയുള്ള ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്ററാണ് ഇട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കും. ഒരു വാട്ട് മീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ എൻ്റെ പഴയ ക്ലാസ്സിൽ വാട്ട് മീറ്റർ പഠിപ്പിച്ചപ്പോൾ, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു അതിന് ഒരു കറണ്ട് കോയിലും പിന്നെ ഒരു പ്രഷർ കോയിലുമാണ്. കറണ്ട് കോയിൽ എന്ന് പറയുന്നത് ലോഡ് എടുക്കുന്ന കറണ്ട് ആ കോയിലിൽ കൂടെ സീരീസ് ആയിട്ട് പോകും. ഇതാണ് കറണ്ട് കോയിൽ. CC കറണ്ട് കോയിൽ, ഇവിടെയും CC കറണ്ട് കോയിൽ. അപ്പോൾ ലോഡിന് സീരീസ് ആയിട്ടാണ് കിടക്കുന്നത്. ലോഡ് എടുക്കുന്ന കറണ്ട്, ഇപ്പോൾ Y ഫേസിൽ നിന്ന് ലോഡ് എടുക്കുന്ന കറണ്ട് ഈ W2 എന്ന രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിലിൽ കൂടെയാണ് പോകുന്നത്. അതുപോലെ W1 എന്ന് പറയുന്ന വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ എന്ന് പറയുന്നത് റെഡ് ഫേസിലെ കറണ്ടിനെ വഹിക്കാൻ ഭാഗത്തിന് സീരീസ് ആയിട്ട് കിടക്കുന്നു, ലോഡിന് സീരീസ് ആണ്. അപ്പൊ കറണ്ട് കോയിലിൽ കൂടി കറണ്ട് കടന്നു പോകും, ലോഡ് എടുക്കുന്ന കറണ്ട് കടന്നു പോകും. ഇനി അതിന്റെ രണ്ടാമത്തെ കോയിലിന്റെ പേര് പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ എന്നാണ്. അപ്പോൾ പ്രഷർ കോയിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കോയിൽ ഇവിടെ കാണിച്ചിട്ട് PC, ഇവിടെയും PC എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വാട്ട് മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ, സിംഗിൾ ഫേസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്താലുള്ള പവർ മെഷർ ചെയ്യാൻ, അല്ല ഒരു 3 ഫേസ് സർക്യൂട്ടിൽ പവർ മെഷർ ചെയ്യാനായിട്ട് കണക്ട് ചെയ്താലുമല്ല, അതിൻ്റെ പ്രഷർ കോയിലും കറണ്ട് കോയിലും കൃത്യമായി കണക്ട് ചെയ്തിരിക്കണം. കറണ്ട് കോയിലിൽ കൂടി ലോഡ് കറണ്ട് കടന്നു പോകത്തക്കവണ്ണം കറണ്ട് കോയിൽ എപ്പോഴും ലോഡിന് സീരീസ് ആയിട്ട് വരത്തക്കവണ്ണമാണ് വാട്ട് മീറ്റർ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ പ്രഷർ കോയിലിൽ അഥവാ വോൾട്ടേജ് കോയിലിൽ ലോഡിൻ്റെ വോൾട്ടേജ് ഫുള്ളായിട്ട് ആക്ട് ചെയ്യത്തക്കവണ്ണം ലോഡ് വോൾട്ടേജിന് അക്രോസ് ആയിട്ടായിരിക്കണം ആ കോയിൽ കിടക്കേണ്ടത്, അല്ലെങ്കിൽ സപ്ലൈ സിസ്റ്റത്തിന് അക്രോസ് ആയിട്ട് എന്ന് വേണമെങ്കിൽ സിംഗിൾ ഫേസിൽ പറയാം. ഓക്കെ, അപ്പോൾ എനിവേ അത് ലോഡിന് അക്രോസ് ആയിട്ട് തന്നെ പ്രഷർ കോയിൽ കിടക്കണം, ലോഡിൻ്റെ വോൾട്ടേജിന് അക്രോസ് ആയിട്ട്, ലോഡിൻ്റെ സപ്ലൈ സിസ്റ്റത്തിന് അക്രോസ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ കണക്റ്റഡ് 3 ഫേസ് ലോഡ് ആയാലും സ്റ്റാർ കണക്റ്റഡ് 3 ഫേസ് ലോഡ് ആയാലും, അതിന് ഇപ്പോൾ സ്റ്റാർ കണക്റ്റഡ് 3 ഫേസ് ലോഡ് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ റെഡ് ഫേസ്, യെല്ലോ ഫേസ്, ബ്ലൂ ഫേസ്. അപ്പോൾ ഇവിടെ ഒരു വാട്ട് മീറ്റർ, ഇവിടെ ഒരു വാട്ട് മീറ്റർ എങ്ങനെ ഇടാൻ പറ്റും? അപ്പോൾ ഈ 3 ഫേസുകളിൽ ഏതെങ്കിലും 2 വാട്ട് മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും 2 ഫേസ്, നമുക്ക് ഇഷ്ടമുള്ള 2 ഫേസിൽ 2 വാട്ട് മീറ്ററുകൾ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ വാട്ട് മീറ്റർ ഇടുമ്പോൾ ആദ്യത്തെ ഇപ്പോൾ റെഡ് ഫേസിൽ ഒരു വാട്ട് മീറ്റർ ഇട്ടു, യെല്ലോ ഫേസിൽ ഒരു വാട്ട് മീറ്റർ ഇട്ടു, അല്ലെങ്കിൽ റെഡ് ഫേസിൽ ഒരു വാട്ട് മീറ്റർ ഇട്ടു, ബ്ലൂ ഫേസിൽ ഒരു വാട്ട് മീറ്റർ ഇടാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ബ്ലൂ ഫേസിൽ റെഡ് ഫേസിലുമായിട്ട്, ബ്ലൂ ഫേസിലും യെല്ലോ ഫേസിലുമായിട്ട് 2 വാട്ട് മീറ്ററുകൾ ഉണ്ടാവും. അതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് among the 3 phases, red, yellow and blue, we can connect 2 watt meters any of the 2 phases of the 3. ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റെഡ് ഫേസിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ റെഡ് ഫേസിന് സീരീസ് ആയി കിടക്കും. യെല്ലോ ഫേസിൽ രണ്ടാമത്തെ കണക്ട് ചെയ്തെങ്കിൽ രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ കറണ്ട് കോയിൽ അതിന് സീരീസ് ആയി കിടക്കും. ഇനി ആദ്യത്തെ വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിൽ റെഡ് ഫേസിൽ കണക്ട് ചെയ്തിട്ട് അത് മൂന്നാമത്തെ വാട്ട് മീറ്റർ കണക്ട് ചെയ്യാത്ത ബ്ലൂ ഫേസിലേക്ക് കൊണ്ടുവരും. അതുപോലെ രണ്ടാമത്തെ വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിൽ യെല്ലോ ഫേസിലും കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത എൻഡ് മൂന്നാമത്തെ വാട്ട് മീറ്റർ ഒന്നും കണക്ട് ചെയ്യാത്ത ബ്ലൂ ഫേസിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും 2 ഫേസിൽ വാട്ട് മീറ്ററുകൾ കണക്ട് ചെയ്യാം. ആ 2 ഫേസിൽ കറണ്ട് കോയിലുകൾ സീരീസായി കിടക്കണം. എന്നിട്ട് 2 വാട്ട് മീറ്ററിൻ്റെയും പ്രഷർ കോയിലിൻ്റെ രണ്ടാമത്തെ എൻഡുകൾ കൊണ്ടുവന്ന് ആ വാട്ട് മീറ്റർ ഒന്നും കണക്ട് ചെയ്യാത്ത ഫേസിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ രീതിക്ക് വാട്ട് മീറ്ററുകൾ കണക്ട് ചെയ്യാം. ആദ്യത്തെ വാട്ട് മീറ്റർ W1, അതിൻ്റെ റീഡിങ്ങിന് നമുക്ക് W1ൻ്റെ റീഡിങ് എന്ന് പറയും. രണ്ടാമത്തെ വാട്ട് മീറ്റർ W2, അത് റീഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യാം. ഈ ഡെൽറ്റ കണക്റ്റഡ് ലോഡ് പവർ കൺസ്യൂം ചെയ്യും. പവർ കൺസ്യൂം ചെയ്തിട്ട് ഈ W1, W2 റീഡ് ചെയ്യും. W1, W2 റീഡ് ചെയ്യും. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 2 വാട്ട് മീറ്റർ മെത്തേഡ് ഓഫ് പവർ മെഷർമെൻറ്റ് ഇൻ 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ലോഡിനും അൺബാലൻസ്ഡ് ലോഡിൻ്റെയും പവർ മെഷർ ചെയ്യാനായിട്ട്, 3 ഫേസ് പവർ മെഷർ ചെയ്യാനായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബാലൻസ്ഡ് ലോഡ് എന്ന് പറയുമ്പോൾ 3 ഫേസിലെയും കറണ്ട് ഈക്വൽ ആയിരിക്കുന്നതാണ് ബാലൻസ്ഡ് ലോഡ്.
അൺബാലൻസ്ഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫേസിൽ അല്ലെങ്കിൽ രണ്ട് ഫേസിൽ കറണ്ടിൽ വ്യത്യാസം വരുന്നതാണ് അൺബാലൻസ്ഡ് ലോഡ്. ലോഡ് അൺബാലൻസ് ആയാലും ബാലൻസ്ഡ് ആയാലും 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് പവർ മെഷർമെൻറ്റ് നടത്താവുന്നതാണ്. 3 ഫേസ് ഉണ്ടെങ്കിലും 2 വാട്ട് മീറ്ററുകൾ ഏതെങ്കിലും 2 ഫേസിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്. എന്നാലും അതിൻ്റെ ടോട്ടൽ പവർ ആ 2 വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങുകൾ കൂട്ടി എടുക്കുന്ന ടോട്ടൽ പവർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് 3 ഫേസിൻ്റെ പവർ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തെളിവൊക്കെ ഉണ്ട്, അത് തെളിയിക്കാവുന്നുള്ളതേ ഉള്ളൂ. ആ തെളിവ് ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായി വരുന്നില്ല. നിങ്ങൾക്ക് 3 ഫേസ് പവർ മെഷർമെൻറ്റ് ബൈ 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കണക്ഷനും വാട്ട് മീറ്റർ എങ്ങനെയാണ് പ്രഷർ കോയിലും കറണ്ട് കോയിലും കണക്ട് ചെയ്യുന്നത് എന്നുള്ള രീതി, അതിൻ്റെ ടോട്ടൽ പവർ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 3 ഫേസ് ഡെൽറ്റ കണക്റ്റഡ് ലോഡ് അല്ലെങ്കിൽ 3 ഫേസ് സ്റ്റാർ കണക്റ്റഡ് ലോഡ്, ഈ ലോഡിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്ന സാധനം പവർ ഫാക്ടർ. പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പവർ ഫാക്ടർ ഇനി ഡീറ്റെയിൽ ആയിട്ട് വരും. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു KW/KVA അല്ലെങ്കിൽ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. പവർ ഫാക്ടറിൻ്റെ പരമാവധി വാല്യൂ 1 ആണ്. പവർ ഫാക്ടറിൻ്റെ പരമാവധി വാല്യൂ 1 ആണ്. 1നും 0യ്ക്കും ഇടയ്ക്കാണ് ഇതിൻ്റെ വാല്യൂ നിൽക്കുന്നത്. പവർ ഫാക്ടർ 1 മാക്സിമം 1 നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ലോഡിനെ സംബന്ധിച്ചിടത്തോളവും കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളവും സപ്ലൈ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളവും ഒരു ലോഡിൻ്റെ പവർ ഫാക്ടർ യൂണിറ്റി ആയി ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ യൂണിറ്റി ആയിട്ടുള്ള ലോഡുകൾ നന്നേ കുറവാണ്. പ്യൂർ റെസിസ്റ്റീവ് ലോഡ് ഒക്കെ അതിൻ്റെ പവർ ഫാക്ടർ യൂണിറ്റിയാണ്. എന്നാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതലും നമ്മളുടെ ലോഡുകൾ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റുള്ള ലോഡുകളാണ്. മോട്ടോർ ലോഡ്, AC മോട്ടോർ ലോഡ്, അതൊക്കെ ഇൻഡക്റ്റീവ് സ്വഭാവമുള്ള ലോഡുകളാണ്. അതുകൊണ്ട് പവർ ഫാക്ടർ 0.8 എങ്കിലും വേണം മിനിമം എന്നുള്ള രീതിയിലാണ് നിഷ്കർഷിക്കുന്നത്. ആ 0.8നെ 0.9, 0.95 യൂണിറ്റിയോട് അടുപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. എനിവേ പവർ ഫാക്ടറിൻ്റെ പരമാവധി വാല്യൂ 1 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 2 വാട്ട് മീറ്ററുകളും റീഡ് ചെയ്യുന്നത് ഈ ലോഡിൻ്റെ പവർ ഫാക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ലോഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ള ലോഡായിരിക്കും. ലോഡിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും വ്യത്യാസങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലോഡിന് ഇൻഹറൻ്റ് ആയിട്ടൊരു പവർ ഫാക്ടർ ഉണ്ട്. ചിലപ്പോൾ 0.85 ആയിരിക്കും, 0.9 ആയിരിക്കും, ചിലപ്പോൾ 0.5 ആയിരിക്കും, ചിലപ്പോൾ 0.5നേക്കാൾ താഴെ പവർ ഫാക്ടറുള്ള ലോഡായിരിക്കും. എനിവേ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിചാരിക്കുന്ന പവർ ഫാക്ടറിൻ്റെ അപ്പുറത്താണ് അതിന് ഇൻഹറൻ്റ് ആയിട്ടുള്ള പവർ ഫാക്ടർ. ആ പവർ ഫാക്ടറിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനേ കഴിയുന്നുള്ളൂ. സ്വതസിദ്ധമായി പവർ ഫാക്ടറുള്ള ഒരു ലോഡിൻ്റെ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ആ പവർ ഫാക്ടർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. ഇനി അതിനൊരു പവർ ഫാക്ടർ ഉണ്ട്, അതിൻ്റെതായ ഒരു പവർ ഫാക്ടർ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് 2 വാട്ട് മീറ്ററുകളുടെ റീഡിങ് നിൽക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. ചിലപ്പോൾ ഈ 2 വാട്ട് മീറ്ററിലേക്ക് ഈ 3 ഫേസ് പവർ കൺസംഷൻ നടത്തുന്നതിന് പവർ ഫാക്ടർ 0.5 താഴെയാണെന്നുണ്ടെങ്കിൽ വാട്ട് മീറ്ററുകൾ റീഡ് ചെയ്യത്തില്ല. പവർ ഫാക്ടർ യൂണിറ്റി ആണെങ്കിൽ വാട്ട് മീറ്റർ റീഡിങ്ങിൽ വ്യത്യാസമുണ്ട്. പവർ ഫാക്ടർ 0 ലാഗ് ആണെങ്കിൽ പവർ ഫാക്ടർ ആ രീതിക്കുള്ള ഒരു ലോഡാണെന്നുണ്ടെങ്കിൽ വാട്ട് മീറ്റർ രണ്ടും റീഡ് ചെയ്യുന്നത് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആയിരിക്കാം. അപ്പോൾ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് വാട്ട് മീറ്ററുകളുടെ റീഡിങ് ഇരിക്കുന്നത്. അതിൻ്റെ കാതലായിട്ടുള്ള വശങ്ങളിലേക്ക് നമുക്ക് പോകണം. എനിവേ പവർ ഫാക്ടർ എത്ര ആയിക്കോട്ടെ വാട്ട് മീറ്റർ രണ്ടും റീഡ് ചെയ്യും എന്ന് തന്നെ വിചാരിക്കും, റീഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 3 ഫേസ് പവറിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് ടോട്ടൽ പവർ P, 3 phase power, total power P is equal to W1 plus W2 എന്ന് എടുത്താൽ മതിയോ. W1 പോസിറ്റീവ് ആണോ W2 പോസിറ്റീവ് ആണോ, W1 W2 റീഡ് ചെയ്യുന്നുണ്ടോ അതോ W1 മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ അതോ W2 മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ. These are all the things, the readings and the nature of readings of each and every wattmeter of the 2 wattmeters will be entirely depending upon the load power factor. That we can ignore for the time being. വാട്ട്മീറ്റർ റീഡ് ചെയ്താലും ഇല്ലേലും ഏതെങ്കിലും ഒന്ന് റീഡ് ചെയ്ത് എന്ത് തന്നെ ആയി കഴിഞ്ഞാലും ആ റീഡിങ് W1 plus W2 എന്നുള്ളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പവർ. ഇനി ഈ ലോഡിൻ്റെ പവർ ഫാക്ടറും കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ലോഡിൻ്റെ പവർ ഫാക്ടർ ഞാനിവിടെ എഴുതി PF is equal to
കോസ് ഫൈ എന്നാണ്. കോസ് ഫൈ. അതിൽ ഫൈ എന്ന് പറയുന്നത് വോൾട്ടേജിനും കറണ്ട് ഇടയ്ക്കുള്ള ആംഗിൾ. ഫൈ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ് ഫൈ. അതിന്റെ കൊസൈൻ ആണ് കോസ് ഫൈ. ഇപ്പോൾ സപ്പോസ് ഇതൊരു വോൾട്ടേജ് വെക്ടർ, ഇതൊരു കറണ്ട് വെക്ടർ ഐ, ഇതിനിടയ്ക്കുള്ള ആംഗിൾ 45 ഡിഗ്രി ആണ്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ലോഡിന്റെ വോൾട്ടേജിന്റെ കറണ്ടിന്റെ ഫേസ് ഡിഫറൻസ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. വോൾട്ടേജ് നിന്നും കറണ്ട് ഐ 45 ഡിഗ്രി ലാഗ് ചെയ്യുന്നതാണ് ഇതിന്റെ മീനിങ്. ലാഗിങ് കറണ്ട് 45 ഡിഗ്രി. അപ്പോൾ പൈ ഈക്വൽ ടു 45 ആണ്. അപ്പോൾ ഇവിടെ പി എഫ് ഈക്വൽ ടു കോസ് 45 ഈക്വൽ ടു 0.707. കോസ് 45 ഈക്വൽ ടു 0.707, ഐ തിങ്ക് ലൈക്ക് സോ. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ 0.707 എന്ന രീതിയിൽ എടുക്കാൻ പറ്റും. ഇനി ഇവിടുത്തെ പവർ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. ടാൻ ഫൈ ഈക്വൽ കോസ് ഫൈ ആണ് പവർ ഫാക്ടർ. പക്ഷെ ഇവിടെ ടാൻ ഫൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണുള്ളത്. ടാൻ ഫൈ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫൈ എടുക്കാൻ പറ്റും. ആ ഫൈ എടുത്തു കഴിഞ്ഞാൽ അത് കോസിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. If we can have a formula, tan phi is equal to formula. Okay. Then we can find out tan phi. Again, convert phi is equal to tan inverse that value. Then we will get phi. Then phi for suppose 30 degree. And then phi 30 degree and then power factor is equal to cos 30. Cos 30 is equal to cos 30, I think it is 0.8. And power factor 0.8. അപ്പോൾ ടാൻ ഫൈ പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു മാർഗം ടാൻ ഫൈ ഈക്വൽ ടു ഫോർമുല ഇതാണ്. √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. ഇതാണ് ടാൻ ഫൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ 3-phase power measurement by 2 wattmeter method. Describe the 3-phase power measurement by 2 wattmeter method എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ ഒരു സ്റ്റാർ കണക്റ്റഡ് 3-phase സിസ്റ്റത്തിലെ പവർ മെഷർമെന്റ് 2 വാട്ട്മീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇട്ടാൽ മതി. ഇവിടെ ഒരു വാട്ട്മീറ്റർ, സപ്പോസ് ഇവിടെ ഒരു പ്രഷർ കോയിൽ, കറണ്ട് കോയിൽ, ഇവിടെ പ്രഷർ കോയിൽ ഇങ്ങനെ വന്നിട്ട് അത് നേരെ ഇവിടെ വരും. അതുപോലെ ഇവിടെയും കറണ്ട് കോയിൽ, ഇവിടെ പ്രഷർ കോയിൽ വന്നിട്ട് ഇവിടെ. ഇത് W2, ഇത് W1. സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണെങ്കിലും ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ആണെങ്കിലും 2 വാട്ട്മീറ്ററുകൾ 2 ഫേസിലിടുക. എന്നിട്ട് രണ്ടിന്റെയും പ്രഷർ കോയിൽ മൂന്നാമത്തെ ഫേസിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇപ്പോൾ ഇവിടുത്തെ പ്രഷർ കോയിൽ ഇവിടെ വന്നു, ഇവിടുത്തെ പ്രഷർ കോയിൽ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ് വരച്ചിരിക്കുന്നത്. 3-phase ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. 2 വാട്ട്മീറ്ററുകൾ റെഡ് ഫേസിലും യെല്ലോ ഫേസിലും ഇട്ടു. കറണ്ട് കോയിൽ റെഡ് ഫേസിലും യെല്ലോ ഫേസിലും കിടക്കുന്നു. ദെൻ പ്രഷർ കോയിൽ രണ്ടിന്റെയും കൊണ്ടുവന്ന് ബ്ലൂ ഫേസിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇത് ഡെൽറ്റ കണക്റ്റഡ് 3-phase ലോഡ്. സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്തു. 3-phase സപ്ലൈ ഉണ്ട്. സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ 3-phase ലോഡ് ഒരു പവർ കൺസ്യൂം ചെയ്യും. ഈ 3-phase ലോഡ് പവർ കൺസ്യൂം ചെയ്യുന്നത് അതിന്റെ പവർ ഫാക്ടർ എത്രയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 2 വാട്ട്മീറ്ററുകളും അതിനനുസൃതമായ റീഡിംഗ് തരും. ഇനി വേറെ 2 വാട്ട്മീറ്ററുകൾ റീഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഒരു വാട്ട്മീറ്റർ മാത്രമേ റീഡ് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഒരു വാട്ട്മീറ്റർ പോസിറ്റീവ് റീഡിംഗ്, വേറൊരു വാട്ട്മീറ്റർ നെഗറ്റീവ് റീഡിംഗ് തരും. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ടോട്ടൽ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതിന് W1 പ്ലസ് W2. W2 നെഗറ്റീവ് ആണ് റീഡ് ചെയ്തെങ്കിൽ W1 പ്ലസ് മൈനസ് W2 അതിന്റെ ഡിഫറൻസ് ആയിരിക്കും ടോട്ടൽ പവർ. എന്നിട്ട് പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായി ഈ ഫോർമുല ഉപയോഗിക്കും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. പക്ഷെ ടാൻ ഫൈ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു √3 ഇൻറ്റു W1 മൈനസ് W2 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2. Get tan phi, then convert it for phi. Phi is equal to tan inverse this value. Then convert it into cosine value. Then we can have the power. Okay, 3-phase power measurement by 2 wattmeter method. ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. അത് ഒരു ചിത്രം വേണം. വാട്ട്മീറ്ററുകൾ ഞാൻ പറഞ്ഞതുപോലെ പ്രഷർ കോയിലും കറണ്ട് കോയിലും വിന്യസിക്കുന്ന രീതി ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഫോർമുല എഴുതാം. പിന്നെ വേണമെങ്കിൽ പറയാം 2 വാട്ട്മീറ്ററുകളുടെയും റീഡിങ്ങും നാച്ചുറൽ ഓഫ് റീഡിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്. 2 വാട്ട്മീറ്ററുകളുടെ റീഡിങ് 2 വാട്ട്മീറ്റർ റീഡ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോൾ ഒന്ന് 0 കാണിച്ചുകൊണ്ടിരിക്കും, ഒന്ന് മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ. എൻ്റെ ഒരു വാട്ട്മീറ്റർ മാത്രമേ റീഡ് ചെയ്യൂ.
ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതും കൂടെ വേണമെങ്കിൽ പറയാം, ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ 3 ഫേസ് പവറിൻ്റെ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വാട്ട് മീറ്ററുകൾ റീഡ് ചെയ്യുന്നതും വാട്ട് മീറ്ററുകളുടെ റീഡിങ്ങിൻ്റെ സ്വഭാവവും 3 ഫേസ് പവർ മെഷർമെൻറ്റ് നടത്തുന്ന പവറിൻ്റെ പവർ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇതിപ്പോൾ 3 ഫേസ് പവർ മെഷർമെൻറ്റ് ബൈ 2 വാട്ട് മീറ്റർ എന്നുള്ളത് ഇത് ഡെൽറ്റ കണക്റ്റഡ് ലോഡാണ്. നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ പർട്ടിക്കുലറായിട്ട് സ്റ്റാർ കണക്റ്റഡ് 3 ഫേസ് ലോഡിൻ്റെ പവർ മെഷർമെൻറ്റ് 2 വാട്ട് മീറ്റർ മെത്തേഡിൽ എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കുമെങ്കിൽ മാത്രമേ അത് സ്റ്റാർ കണക്റ്റഡ് ലോഡും അവിടെ വാട്ട് മീറ്ററുകളും ഇട്ടുകൊണ്ട് ഉള്ള രീതി പറയൂ. അല്ലെങ്കിൽ 3 ഫേസ് പവർ മെഷർമെൻറ്റ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഷുവർലി draw the figure of delta connected load and connect the 2 watt meters like this. Okay. Here you can write the 3 phase supply input. When the 3 phase supply input switch on, the moment you switch on 3 phase supply input to this system, the 3 phase power will consume its own power, and both of the 2 watt meters will active and give the reading. Make use of this formula for total power of P is equal to W1 plus W2. You can have the exact value of 3 phase power, the amount of 3 phase power. You can get the value. And also for finding out the power factor, use the formula tan phi is equal to √3 into W1 minus W2 divided by W1 minus W2.